നമ്മളിപ്പോ പറയാൻ പോകുന്ന വെച്ചാൽ കേസ് 2 ആണ്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ശ്രദ്ധിച്ചോ നിങ്ങൾ എല്ലാവരും? കേസ് 2, അതായത് എപ്പം മനസ്സിലാക്കേണ്ട ഓരോ കേസിന്റെയും എക്സാമിന് നിങ്ങൾക്ക് കേസ് 1 കേസ് 2 ഒന്നും തരൂല. ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് ഏത് കേസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, കേസ് 2 എന്ന് പറയുന്നത് കേസ് 2 എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഫോർ എക്സാമ്പിൾ 10 ആപ്പിൾസ് ആണ് ടോട്ടൽ ഉള്ളത്. എത്രയുള്ളത്? 10 ആപ്പിൾസ്. എ ബി എന്റെ കയ്യിൽ 6 ആപ്പിൾസ്, ബിന്റെ കയ്യിൽ 4 ആപ്പിൾസ്. എന്റെ കയ്യിൽ 6 ആപ്പിൾസ്, ബിന്റെ കയ്യിൽ 4 ആപ്പിൾസ്. അവരെന്ത് ചെയ്തു? മൂന്നാമത് സി എന്ന് പറയുന്ന ഒരാളെ അഡ്മിറ്റ് ചെയ്തു. സി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അഡ്മിറ്റ് ചെയ്തപ്പോ അവരെന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി അവരുടെ കയ്യിലുള്ള ആപ്പിള് എന്ത് ചെയ്യണം? സി കൊടുക്കണം. എന്ത് ചെയ്യുന്ന വെച്ചാല് അവര് കൊടുത്തത് 3 ആപ്പിൾസ് ആണ്. എത്രയാണ്? 3 ആപ്പിൾസ് ആണ്. എത്ര ആപ്പിൾസ് ആണ് കൊടുത്തത്? 3 ആപ്പിൾസ്. എങ്ങനെ കൊടുത്തത്? എ എന്ന് പറയുന്ന പാർട്ട്ണർ, ബി എന്ന് പറയുന്ന പാർട്ട്ണർ. എ കൊടുത്തത് 2, ബി കൊടുത്തത് 1. പറയുന്ന മനസ്സിലാകുന്നുണ്ടാ? ഇങ്ങനെ ഞാൻ ജനറലി പഠിപ്പിക്കല് അങ്ങനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യും. അതായത് ഇത് ഈസി ആയിരിക്കും എന്നല്ലോ. നിങ്ങൾ നോക്കിയോട്ടെ, നമ്മുടെ കയ്യിലുള്ളത് ടോട്ടൽ 10 ആപ്പിൾസ് ആണ്. അത് ഹോൾഡ് ചെയ്യുന്ന എങ്ങനെയാണ്? എ 6 ആപ്പിൾസ്, ബി 4 ആപ്പിൾസ്. എന്നിട്ട് സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്തു. ഇവർക്ക് 10 ഒന്നും കൂട്ടാൻ പറ്റൂല. അവർ 10 എന്ത് ചെയ്തു? ഇവർ ഒരു 3 ആപ്പിൾസ് സി കൊടുത്തു. അത് എങ്ങനെയാ കൊടുത്തത്? എ കൊടുത്തത് 2, ബി കൊടുത്തത് 1. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്റെ അടുത്തും ബിന്റെ അടുത്തും എത്ര ആപ്പിൾസ് ഉണ്ടാവും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ അടുത്ത് 6 - 2 that is 4. ബിന്റെ അടുത്ത് 4 - 1 that is 3. മക്കളെ നെറ്റ് കിട്ടുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? അതായത് ശ്രദ്ധിക്കുക എല്ലാവരും. എന്റെ കയ്യിൽ 10 ആപ്പിൾസ് ആവുള്ളൂ. എന്റെ കയ്യിലല്ല, 10 ആപ്പിൾസ് ഉണ്ട്. അത് 10 ആപ്പിൾസ് ഹോൾഡ് ചെയ്യുന്ന എ 6, ബി 4. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു സി എന്ന് പറയുന്ന ഒരാളെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ 10 ആപ്പിളിന് ഒരു 3 ആപ്പിൾ ആർക്ക് കൊടുത്തു? സി കൊടുത്തു. എങ്ങനെ കൊടുക്കുന്നത്? എ 2 കൊടുത്തു, ബി 1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ എത്ര? ബിന്റെ കയ്യിൽ എത്ര? സിന്റെ കയ്യിൽ എത്ര? എന്റെ കയ്യിൽ 6 - 2. എന്റെ കയ്യിൽ എത്ര? 6 - 2 4. ബിന്റെ കയ്യിൽ എത്ര? 4 - 1 3. സിന്റെ കയ്യിലോ 3. കാരണം ഓൾറെഡി ഒന്നും കിട്ടിയിട്ടില്ല, ഇപ്പം കിട്ടിയത് മാത്രം 3. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കഥയാണ് നമ്മുടെ സിറ്റുവേഷൻ നമ്പർ 2. അതിൽ ഇതാണ് ഓൾ റേഷ്യോ. ഇതാണ് എന്ത്? ഓൾ റേഷ്യോ. നമുക്ക് ഇതാണ് ന്യൂ പാർട്ട്ണർ ഷെയർ. ഇതാണ് എന്ത്? ന്യൂ പാർട്ട്ണർ ഷെയർ. മൂന്നാമത്തത് ഇത് സാക്രിഫൈസ് മെയ്ഡ്. ഇതാണ് സാക്രിഫൈസ് മെയ്ഡ്. ഇതാണ് ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ. അതായത് ഇനി നമ്മൾ എന്താണ്? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പാർട്ട്ണർ ഷെയർ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന് പുറമെ നമുക്ക് എന്തിട്ടുണ്ട്? ആരൊക്കെ എത്ര കൊടുക്കുന്നത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. എ 2 കൊടുത്തു, ബി 1 കൊടുത്തു. അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എസ് ന്യൂ റേഷ്യോ A's new share is equal to old share minus sacrifice. അയാൾ എത്രയാണോ സാക്രിഫൈസ് ചെയ്ത അത്ര. അതായത് ഈ കേസിൽ
ഈ കേസിൽ 6 മൈനസ് A's new share is equal to 6 minus 2, that is equal to 4. B in the new share of 4 minus 1, that is equal to 3. C in the new share of already തന്നിട്ടുണ്ട് എത്രയാണ് അത് 3. ഓക്കെ, അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 4:3:3. നമുക്കറിയാം ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 6:4 എന്ന് പറയുന്നത്. ഓക്കെ, 6:4 എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ 3:2 കിട്ടും. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗെയിനിങ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നത് സാക്രിഫൈസിങ് റേഷ്യോ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഫസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് കേസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ഓൾഡ് റേഷ്യോ തരും 3:2. സീനെ ന്യൂ ഷെയർ 1/3 ഷെയർ ആണ്. ഓക്കെ, 1/3 ഷെയറിനാണ് സീനെ അഡ്മിറ്റ് ചെയ്യുന്നത്. വിച്ച് ഹി ഗെറ്റ്സ് 2/9 ഫ്രം എ. ഓക്കെ, 2/9 ഫ്രം എ ആൻഡ് 1/9 ഫ്രം ബി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സെന്റൻസ് ഉണ്ടാവുക. ഫ്രം അവിടെ സ്പെസിഫിക് ആയിട്ട് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2/9 ആണ് എ സാക്രിഫൈസ് ചെയ്യുന്നത്, 1/9 ആണ് ബി സാക്രിഫൈസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഓൾറെഡി സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ. ഇതൊന്നും ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? എന്നിട്ട് നമ്മൾ ഇവിടെ പോകുമ്പം ഓൾഡ് ഏസ് ന്യൂ ഷെയർ എന്ന് പറയുമ്പം ഓൾഡ് ഷെയർ എത്രയാ? 3/5 മൈനസ് 2/9, ദാറ്റ് ഈസ് ഈക്വൽ ടു LCM എടുത്ത 45 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം? 9 3s are 27 മൈനസ് എത്രയാ? 9 5 5 2s are 10, that is equal to 17/45 വരും ഫസ്റ്റ് ഏതാളുടെ റേഷ്യോ. കറക്റ്റ് അല്ല എന്റെ കാൽക്കുലേഷൻസ്? ഓക്കെ, കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ബീസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് 2/5 മൈനസ് എത്രയാ? 2/5 മൈനസ് 1/9, that is equal to 45 ഡിനോമിനേറ്ററിലൊക്കെ, അതായത് 9 into 2 minus 5 into 1, that is equal to 4/45 കിട്ടും. ഓക്കെ, എന്നാലും ഇപ്പൊ എല്ലാവരും രണ്ടാളെ നമ്പർ 45 ഉള്ളത്. 18 മൈനസ് 5 എന്ന് പറയുന്നത് 18 മൈനസ് 5 എന്ന് പറയുന്നത് 13 ആണ്. സോറി, 13/45. ഇപ്പൊ രണ്ടാളതും ഡിനോമിനേറ്റർ 45 ആണ് ഡിനോമിനേറ്ററിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ സീന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞത് എത്രയാണ്? 1/3. ഓക്കെ, 1/3 എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിലേക്ക്? 45ലേക്ക്. അതായത് 15 മൾട്ടിപ്ലൈ ചെയ്യണം. 15/45 കിട്ടും. അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു 17:13:15. ഇതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 17:13:15 ആണ് നമ്മുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇത് മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക്? കേസ് 1 കോൺസെപ്റ്റ് പറയാം. കേസ് 1 ഗിവൺ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഗിവൺ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ, ഓക്കെ, അതും ന്യൂ പാർട്ട്ണർ ഷെയറും. ന്യൂ പാർട്ട്ണർ ഷെയർ വന്നിട്ടുണ്ടാവും. എത്രയാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ 1/5. ഓക്കെ, അതെല്ലാം അവിടെ വെക്ക്. ഓക്കെ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 10 ആപ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ,
6 4 എന്റെ കയ്യിൽ 6 എന്റെ കയ്യിൽ 6 ബിന്റെ കയ്യിൽ 4 ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചോ എന്റെ കയ്യിൽ 6 ബിന്റെ കയ്യിൽ 4 സി എന്ന് പറയുന്ന ഒരാൾ വന്നപ്പോ 2 ആപ്പിൾസ് കൊടുത്തു 2 ആപ്പിൾസ് കൊടുത്തു ഇത്ര മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ ആര് കൊടുത്ത് എന്ത് കൊടുത്ത് ആര് കൊടുത്ത് എന്ത് കൊടുത്ത് നമുക്കറിയാം രണ്ട് ആപ്പിൾ ആര് കൊടുത്ത് എങ്ങനെ കൊടുത്ത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാല് അവരവരെന്ത് ചെയ്യുന്നത് അവരവരെ സാക്രിഫൈസിങ് റേഷ്യോയിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരവരെ ഓൾഡ് റേഷ്യോയിൽ കൊടുക്കുന്നു അതായത് അല്ലെങ്കിൽ ശ്രദ്ധിക്ക് 10 ആപ്പിൾസ് ഉണ്ട് അതിൽ 6 ഹോൾഡ് ചെയ്യുന്ന എ ബി ഹോൾഡ് ചെയ്യുന്ന 4 ഓക്കെ സിക്ക് 2 ആപ്പിൾസ് കൊടുത്തു ബാക്കി എത്ര നമ്മുടെ അടുത്ത് ആപ്പിൾ ഉള്ളത് റിമൈനിങ് ആപ്പിൾ ഓക്കെ റിമൈനിങ് ആപ്പിൾ എന്ന് പറയുന്നത് 8 ആണ് എങ്ങനെ കിട്ടിയത് 10 മൈനസ് 2 ഓക്കെ ഈ 10 മൈനസ് 2 8 ഈ 8 ആരാ ഹോൾഡ് ചെയ്യുന്നത് എയും ബിയും നമുക്ക് എങ്ങനെയാണെന്ന് അറിയൂല അതുകൊണ്ട് നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അവരെ ഏത് റേഷ്യോയിലാണോ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ നിങ്ങൾ എന്ത് ചെയ്തോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ഓക്കെ അതുകൊണ്ട് തന്നെ എന്റെ ആപ്പിൾ എന്ന് പറയുന്നത് എത്രയാന്ന് വെച്ചാല് 8 into 3/5 ഓക്കെ എത്ര വരാം 8 into 3/5 എന്ന് പറയുമ്പോൾ 4 something ആണ് 8 into 3/5 4.8 ഓക്കെ 4.8 ആപ്പിൾസ് ആണ് എന്റെ കയ്യിലുള്ളത് ബിന്റെ കയ്യിലുള്ള ആപ്പിൾസ് എന്ന് പറയുന്നത് 8 into 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 divided by 5 എന്ന് പറയുന്നത് 3.2 ഓക്കെ ശ്രദ്ധിക്കുക അതായത് 6 ആപ്പിളിന് 1.2 ആപ്പിൾ ആണ് ആര് കൊടുത്തത് എ കൊടുത്തത് അതേപോലെ ബി കൊടുത്തത് എത്രയാണ് 0.8 ഇതാണ് ഫസ്റ്റിന്റെ കൺസെപ്റ്റ് ഓക്കെ അതായത് നമ്മുടെ കയ്യിൽ 10 ആപ്പിൾസ് ഉണ്ട് അതിൽ 2 ആപ്പിൾസ് കൊടുത്തു നമ്മളോട് ചോദിക്കുന്ന ബാക്കി 8 ആപ്പിൾസ് എയും ബി എങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓൾഡ് റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ ഓൾഡ് റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം റിമൈനിങ് ആപ്പിൾ നമ്മൾ എന്ത് ചെയ്യും ഓൾഡ് റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ അവരുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് മനസ്സിലാവും എത്രയാ 4.8 3.2 അവർ രണ്ട് ടോട്ടൽ ചെയ്ത് 8 കിട്ടും മറ്റേ 2 ആരുടെ അടുത്തുണ്ട് സിന്റെ അടുത്തുണ്ട് ഇതാണ് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസ് 1 എന്ന് പറയുന്നത് ഓക്കെ ആണോ മക്കളെ നെക്സ്റ്റ് കേസ് 3 അതിൽ A is to B 3:2 റേഷ്യോ ഓക്കെ സിന്റെ ഷെയർ തരും C's new share is equal to 1/5 ആണെന്ന് വിചാരിക്കും എത്രയാണ് 1/5 C's new share എത്രയാ 1/5 അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം എല്ലാവരും നമ്മളോട് പറയുന്നത് C get his 1/5 share from A ഓക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ എന്താന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ സെയിം 10 ആപ്പിൾസ് ഓക്കെ 10 ആപ്പിൾസ് 6 4 A B ഓക്കെ നിങ്ങൾ ഈ എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി വെക്കണേ മക്കളെ എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ 10 ആപ്പിൾസ് 6 4 ഓക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു സിക്ക് നമ്മൾ എന്ത് ചെയ്തു 2 ആപ്പിൾസ് കൊടുത്തു എന്നിട്ട് നമ്മളോട് പറയുന്നത് ഈ സിക്ക് 2 ആപ്പിൾ കൊടുത്തത് എ ആണെന്ന് അല്ലെങ്കിൽ ബി ആണെന്ന് ഏതെങ്കിലും ഒരാൾ രണ്ടാളും അല്ല ഏതെങ്കിലും ഒരാൾ ഓക്കെ ആണോ മക്കൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതായത് എ കൊടുക്കുന്നുണ്ടെങ്കിൽ എ കൊടുത്തത് എന്റെ ഓൾറെഡി ഉള്ള ആപ്പിൾ നിന്ന് കുറച്ചാൽ മതി എക്ക് 6 ആപ്പിൾ ഉണ്ട് അതിൽ നിന്ന് 2 കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര എന്റെ കയ്യിലുണ്ടാവും 4 ആപ്പിൾസ് ബിന്റെ കയ്യിലോ ബി 4 ആപ്പിൾസ് ഉള്ളത് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് 4 ആപ്പിൾസ് തന്നെ ഉണ്ടാവും സിക്ക് എത്ര ആപ്പിൾ ഉണ്ടാവും 2 ആപ്പിൾസ് ഇതാണ് തേർഡ് കേസ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇവിടെ നമ്മൾ ആകെ കണ്ടുപിടിക്കേണ്ടത് ഏസ് ന്യൂ അല്ലെങ്കിൽ ഏസ് ആപ്പിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് 6 minus 2 ഗോഡ് ഫ്രം എ എന്ന് എഴുതണം ഓക്കെ ഗോഡ് ഫ്രം എ എന്നിട്ട് എത്രയാണ് 4 ആപ്പിൾസ് എന്റെ അടുത്ത് എത്രയുള്ളത് 4 ആപ്പിൾ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂ ആപ്പിൾസ് ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് 4:2
പറയുന്ന മനസ്സിലാവുന്ന മക്കളെ, ഇതാണ് കേസ് 3. അതായത് കേസ് 3 എന്ന് പറയുമ്പോൾ ഓൾഡ് റേഷ്യോ തന്നു, ന്യൂ പാർട്ട്നർ ഷെയർ തന്നു, എന്നിട്ട് ന്യൂ പാർട്ട്നർ ഷെയർ ആരാണ് കൊടുക്കുന്നതെന്നും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾ, രണ്ടാളില്ലേ, രണ്ടാളുണ്ടെങ്കിൽ നമ്മൾ കേസ് 2 ആയി പോകും. ഇത് കേസ് 3 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാളെ കൊടുക്കും. എന്നിട്ട് ആരാണ് കൊടുക്കുന്നത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഈ സെയിം സംഭവം ഈ ആപ്പിൾസിന് പകരം ഷെയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും കേസ് 3ന്റെ. അതായത് ശ്രദ്ധിച്ചോ, ഓക്കെ, നമ്മൾ ഇവിടെ എന്താ പറയുന്നത്, കേസ് 3 എ ബി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. സീസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് 1/5 ആണ്. സിന്റെ ഷെയർ എത്രയാ, 1/5. അത് ആരാ കൊടുക്കുന്നത്, ഏത് പറയുന്ന പാർട്ട്ണറാണ് ആ 1/5 കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ. എ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ. എസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ്. That is equal to 3/5 minus 1/5. That is equal to 2/5. ബിന്റെ ഷെയറിന് മാറോ, ഇല്ല. സിന്റെ ഷെയർ മാറോ, ഇല്ല. അതുകൊണ്ട് തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2:2:1. അതാണ് സംഭവം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? കേസ് നമ്പർ 4, ഇഫ് ഐ ആം റൈറ്റ്, അങ്ങനെ ആയിരിക്കും. കേസ് നമ്പർ 4. കേസ് നമ്പർ 4 എന്ന് പറയുന്നത്, 1 2 3 4. കേസ് നമ്പർ 4 എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾ പറയാൻ, എന്നിട്ട് കേസിലേക്ക് പോവാം. എന്റെ കയ്യിൽ 10 ആപ്പിൾസ് ആണ് ടോട്ടൽ. ഓക്കെ, അതിലൊരു മാറ്റമില്ല. ഞാൻ മാറ്റാത്ത എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എക്ക് 6 ആപ്പിൾ ഉണ്ട്, ബിക്ക് 4 ആപ്പിൾസ് ഉണ്ട്. ഓക്കെ, സി എന്ന് പറയുന്ന പാർട്ട്ണറിന് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 3 ആപ്പിൾസ് ആണ്. എത്ര കൊടുക്കുന്നത്, 3 ആപ്പിൾസ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് which he acquires from A and B in certain ratio. Which he acquires from A and B in certain ratio. ഈ certain ratio എന്ന് പറയുന്നത് ഇവിടെ 2:1 ആണ്. ഇവിടെ 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എ എത്ര കൊടുക്കുന്നു അത് കണ്ടുപിടിക്കണം, ബി എത്ര കൊടുക്കുന്നു അത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് 10 ആപ്പിൾസ് ആണ് ടോട്ടല്. അത് 6 ആപ്പിൾസ് ഉണ്ട്, 4 ആപ്പിൾസ് ഉണ്ട്. 6 ആപ്പിൾസ് എന്റെ കയ്യിൽ, ബിന്റെ കയ്യിൽ 4 ആപ്പിൾസ്. അതിൽ 3 ആപ്പിൾസ് സി കൊടുത്തു. ഓക്കെ, ബാക്കി 7 ആപ്പിൾസ് ആണ് ആരുടെ കയ്യിൽ ഉണ്ടാവും, എന്റെ കയ്യിലും ബിന്റെ കയ്യിലും. അതൊരു കാര്യം മനസ്സിലാക്കണം. ഈ 3 ആപ്പിൾസ് ആരാ കൊടുത്തതെന്നുള്ളത് നമുക്ക് അറിയണം. ഒന്നുകിൽ ആരാ കൊടുത്തതെന്ന് അറിയെങ്കിൽ അവരെ നിന്ന് കുറച്ചാൽ മതി, എത്രയെ കൊടുത്തതെന്ന് അറിയെങ്കിൽ അതും കുറച്ചാൽ മതി. ഇത് അതൊന്നും പറയുന്നില്ല. നമ്മളോട് പറയുന്നത് ഈ 3 ആപ്പിൾസ് എ എന്ത് ചെയ്യും, എയും ബിയും ഒരു റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഏതാ റേഷ്യോ, 2:1. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സാക്രിഫൈസ് ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്, സാക്രിഫൈസ് ആണ്. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലും സാക്രിഫൈസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സാക്രിഫൈസ് തരാത്തതുകൊണ്ട് എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അന്നേരം എന്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത്, എന്റെ സാക്രിഫൈസ്, എ സാക്രിഫൈസ് ഈക്വൽ ടു എന്താണ്, സീസ് ആപ്പിൾ. ഓക്കെ, സീന്റെ ആപ്പിള് അതില് ഈ സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, അതായത് സിക്ക് എത്രയാണ്, 3 ആപ്പിൾസ് ആണ്. അതിൽ എത്രയാണ് ഇയാൾ കൊടുക്കുന്നത്, 2/3. എത്രയാണ്, 2/3. അതായത് 2 ആപ്പിൾസ് ആണ് ആര് കൊടുക്കുന്നത്, എ കൊടുക്കുന്നത്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ബി അതേപോലെ ബിന്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത്, ഓക്കെ, ഇതെല്ലാം മക്കളെ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ റൗണ്ട് ചെയ്തത്. ഓക്കെ, അതൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്കിലേ ഇല്ല. സീസ് ആപ്പിൾ. ഓക്കെ, സിന്റെ ആപ്പിളില് ഹിസ് സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ് വരുന്നത്, 3:1/3. അതായത് 1 ആപ്പിൾ. ഓക്കെ, 1 ആപ്പിൾ. അതായത് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചു എ എത്രയാണ് കൊടുക്കുന്നത്, ബി എത്രയാണ് കൊടുക്കുന്നത്. നമുക്ക് ഫസ്റ്റ് എന്താണ് റേഷ്യോ തന്നത്. ഓക്കെ, റേഷ്യോ തന്നത്. നമുക്ക് ഇപ്പൊ എന്താ കണ്ടുപിടിച്ചു, എ എത്ര കൊടുക്കുന്നു, ബി എത്ര കൊടുക്കുന്നു. നമുക്ക് എങ്ങനെയാണ് എന്റെ കയ്യില് എസ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, എക്ക് ഓൾറെഡി ഉള്ളത് 6 - 2 എത്രയാണ്, 4 ആപ്പിൾസ്. ബിന്റെ കയ്യിലോ, ബിന്റെ ആപ്പിൾസ് എന്ന് പറയുന്നത് 4 - 1 that is equal to 3 ആപ്പിൾസ്. ഓക്കെ, ഇതാണ് സംഭവം. ഇനി അത് കഴിഞ്ഞാലോ, സിന്റെ ആപ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്, 3 ആപ്പിൾസ്. ഇതാണ് കേസ് 3. കേസ് 3യിൽ എന്താ പറയുന്നത് വെച്ചാല്, ന്യൂ പാർട്ട്നേഴ്സിന്റെ ഷെയർ ഒരു സർട്ടൻ റേഷ്യോയിലാണ് എന്ത് ചെയ്യുക, ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുക്കുക.
അന്നേരം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സാക്രിഫൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? സാക്രിഫൈസ്. സാക്രിഫൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എത്രയാണോ നമ്മൾ സി പുതിയ പാർട്ട്ണറിന് കൊടുത്തത് അയാളെ ഷെയർ ഇൻടു നമ്മളെ സാക്രിഫൈസിങ് റേഷ്യോ അല്ലെങ്കിൽ നമ്മുടെ ആ സെർട്ടൻ റേഷ്യോ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓക്കെ, ഇതാണ് കേസ് 4. എ ബി 3:2 റേഷ്യോ. സി's ന്യൂ ഷെയർ 1/3 തന്നിട്ടുണ്ട്. സി എക്വയറി ഷെയർ ഫ്രം എ ആൻഡ് ബി ഇൻ 2:1 റേഷ്യോ. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് എ സാക്രിഫൈസ് കണ്ടുപിടിക്കുക. എ സാക്രിഫൈസ് എന്ന് പറയുന്നത് അതായത് 1/3 ഇൻറ്റു 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/9. എത്രയാണ്? 2/9. ബി സാക്രിഫൈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1/3 that is equal to 1/9. Okay, A's new share is equal to 3/5 minus 2/9. Okay, അതായത് 45 ഡിനോമിനേറ്ററിൽ എടുക്കുക, 9 കൊടുത്താൽ എത്ര വരും? 45 അല്ലേ? 27 മൈനസ് 10 that is equal to 17/45. Okay, B's new share എന്ന് പറയുന്നത് 2/5 minus 1/9 that is equal to 45. 18 minus 10 that is equal to 10. 18 minus 5 that is equal to 13/45. Okay, C ന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുക 1/3 ആണ്. നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ടതുകൊണ്ട് 15 മൾട്ടിപ്ലൈ ചെയ്യുക ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും. then you will get 14/55. so new profit sharing ratio is equal to 17:13:50. ഓക്കെ ആണ് മക്കളെ? റിപ്പീറ്റ് ചെയ്യാം. കേസ് 5 എന്ന് പറയുന്നത് ഓക്കെ 10 ആപ്പിൾസ് ഉണ്ട്. അത് എന്റെ കയ്യിൽ 6, ബിന്റെ കയ്യിൽ 4. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ പുതിയ പാർട്ട്ണറുടെ ഷെയർ തരൂല. പുതിയ പാർട്ട്ണറിന് എത്ര ആപ്പിൾ ഉണ്ടെന്ന് പറയൂല. പക്ഷെ അതിന് പകരം പറയും എ എന്ന് പറയുന്ന പാർട്ട്ണർ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാല് അയാൾ 6 ആപ്പിളില് 2/3 കൊടുക്കും. 2/3 എത്ര നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതേപോലെ ബി എന്ന് പറയുന്ന പാർട്ട്ണർ അയാളെ 4 ആപ്പിളില് 1/2 കൊടുക്കും. ഓക്കെ, അതും നമ്മൾ കണ്ടുപിടിക്കണം. അത് രണ്ടും കണ്ടുപിടിച്ചാൽ, രണ്ടാളും കൊടുക്കുന്നത് കണ്ടുപിടിച്ചാൽ, രണ്ടാൾ കൊടുക്കുന്നതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ആപ്പിൾ ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? എക്ക് ഓൾറെഡി എത്ര ആപ്പിൾ ഉണ്ട്, എത്ര കൊടുത്ത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ആപ്പിളിന്റെ നമ്പർ കിട്ടും. ഇതാണ് കേസ് 5 എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ചെയ്ത് കാണിച്ചാൽ വെയിറ്റ്. അതായത് എ സാക്രിഫൈസ് എന്ന് പറയുന്നത് എ എത്ര സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? 6 ആപ്പിളിൽ 2/3 കൊടുക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എത്രയാണ്? 4 ആപ്പിൾസ് കൊടുക്കാന്ന് പറയുന്നുണ്ട്. എത്രയാണ്? 4 ആപ്പിൾസ്. ഓക്കെ, അതേപോലെ ബിന്റെ സാക്രിഫൈസ് എത്രയാ? ബിന്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് 4 ആപ്പിളിൽ 1/2 കൊടുക്കുക. എത്രയാണ് അത് 2 ആപ്പിൾസ്. ഓക്കെ, എത്രയാണ്? 2 ആപ്പിൾസ്. അതായത് സീസ് ന്യൂ ഷെയർ ഓർ ആപ്പിൾസ്. ഓക്കെ, അതായത് എത്ര വരാ? 4 + 2 that is equal to 6 apples. That is equal to 6 apples. Any is new apple അല്ലെങ്കിൽ existing apple എത്രയാണ് അവരുടെ കയ്യിൽ ബാക്കിയുള്ളത്? 6 minus 4 that is equal to 2 apples. ബിന്റേത് B new apples അതായത് 4 minus 2 that is equal to 2 apples. അതായത് ഇപ്പൊ അവരെ കയ്യിലുള്ളത് 2:2:6 ആണ് ആപ്പിൾസ് ഉള്ളത്. 2:2:6 പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? കേസ് 5ന്റെ ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ എക്സാമ്പിളിലേക്ക്. എ ബി എന്ന് പറയുന്നത് 3:2 റേഷ്യോ. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും എ സറണ്ടേഴ്സ് 2/3 ഓഫ് ഹിസ് ഷെയർ ആൻഡ് ബി സറണ്ടേഴ്സ് 1/2 ഓഫ് ഹിസ് ഷെയർ. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് ന്യൂ പാർട്ട്ണർ ഷെയറും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാളതും സാക്രിഫൈസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എ സാക്രിഫൈസ് ഈക്വൽ ടു A's old ratio into his surrender. Okay, that is equal to 3/5 into 2/3. That is equal to 6/15.
നിങ്ങൾ പറയും സർ അത് നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റും. വേണ്ട, തൽക്കാലം ഇങ്ങനെ കിട്ടും, നിങ്ങൾക്ക് കുറച്ച് നേരം മനസ്സിലാവും. 6/15 കിട്ടും. പിന്നെ അടുത്തത് ബി സാക്രിഫൈസ് എന്ന് പറയുന്നത് ബി സാക്രിഫൈസ് ഈക്വൽ ടു എ ബീസ് ഓൾ റേഷ്യോ ഇൻടു ഹിസ് സറണ്ടർ. അതായത് എത്രയാണ്? 2/5 into 1/2, that is equal to 2/10. Okay, 2/10. 2/10. Okay, ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആദ്യം ചെയ്യാം. ഓക്കെ, 2/5 കിട്ടും, ഇവിടെ 1/5 കിട്ടും. ഓക്കെ, 2/5 കിട്ടും, 1/5 കിട്ടും. അതുകൊണ്ട് തന്നെ C's new share is equal to മറ്റൊരു രണ്ടാളെ സാക്രിഫൈസ് ആണ് പുതിയ പാർട്ട്ണറിന്റെ ഷെയർ. എ സാക്രിഫൈസ് പ്ലസ് ബി സാക്രിഫൈസ്. അതായത് എന്റെ സാക്രിഫൈസ് എത്രയാ? 2/5 plus 1/5, that is equal to 3/5. Okay, and A's new share is equal to 3/5 minus 2/5, that is equal to 1/5. സാക്രിഫൈസ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പം മനസ്സിലാക്കുക, ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ് ആണ് ന്യൂ റേഷ്യോ. B's new share is equal to 2/5 minus 1/5, that is equal to 1/5. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:1:3. ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തോട്ടെ. നമ്മളോട് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറയും ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ദ പാർട്ട്ണർ ഈസ് ടു പേ ₹25,000 ആസ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ അത് രണ്ടും കൊണ്ടുവരുന്നുണ്ടെന്നാണ് അർത്ഥം. ഇനി നമ്മളോട് അങ്ങനെയൊന്നും പറയുന്നില്ല, ക്യാപിറ്റൽ കൊണ്ടുവരുന്ന പറയുന്നുണ്ട്, പിന്നെ ഗുഡ് വില്ലിന്റെ വാല്യൂ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗുഡ് വില്ല് കൊണ്ടുവരുന്നില്ല എന്ന അർത്ഥം. ഗുഡ് വില്ല് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഓക്കെ, ജേർണൽ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒന്നുമില്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ പോസ്റ്റിങ്ങും കൂടി ഞാനിപ്പോ പഠിപ്പിച്ചു തരാം. അതിന്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ, A, B, C. Okay, any C's capital account debtor to A's capital account to B's capital account. ഇതാണ് ജേർണൽ എൻട്രി. ഫോർ എക്സാമ്പിൾ ഇവിടെ 7,500, ഇവിടെ 4,500, ഇവിടെ 3,000. ഓക്കെ, ഇങ്ങനെയാണ് ജേർണൽ എൻട്രി എന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ശ്രദ്ധിക്കും. ഇത് രണ്ട്, അതായത് ഡെബിറ്റും ക്രെഡിറ്റും രണ്ട് പോസ്റ്റിംഗ് ഉണ്ടാവും. അത് രണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. ഫസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചോ. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെയുള്ളത്? ഡെബിറ്റ് സൈഡിലാണ് ഉള്ളത്. ജേർണൽ എൻട്രിയിൽ എവിടെയുള്ളത്? ഡെബിറ്റ് സൈഡിൽ. അതുകൊണ്ട് തന്നെ പോസ്റ്റിംഗ് എന്തായിരിക്കും? ഡെബിറ്റ് സൈഡിൽ. ടു A's capital account to B's capital account. എത്രയാ? 4,500, 3,000. എമൗണ്ട് കാണിക്കേണ്ടത് ആരെ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അവരെ അക്കൗണ്ടാണ് എമൗണ്ട് കാണിക്കേണ്ടത്. ആരെ അക്കൗണ്ട് ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അവരെ കോളത്തിലാണ് നമ്മൾ എമൗണ്ട് കാണിക്കേണ്ടത്. സിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെയുള്ളത്? എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ജേർണൽ എൻട്രിയിൽ ക്രെഡിറ്റ് സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ബൈ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ബൈ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? എന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ എമൗണ്ട് കാണിക്കുക 4,500.
അതേപോലെ ബിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ബൈ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ. പക്ഷെ ആദ്യം നിങ്ങൾ ബൈ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്താൽ ഈ ബിന്റെ എമൗണ്ട് എഴുതിയാൽ മതി. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ജസ്റ്റ് ഒരു പോസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാൽ ഞാൻ പറഞ്ഞു. കോമ്പൗണ്ട് എൻട്രി ആണ്. കോമ്പൗണ്ട് എൻട്രി ഡെബിറ്റ് സൈഡും പോസ്റ്റ് ചെയ്യണം, ക്രെഡിറ്റ് സൈഡും പോസ്റ്റ് ചെയ്യണം. എങ്ങനെയാ പോസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ഏത് ലെഡ്ജർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്ന മനസ്സിൽ ചിന്തിക്കാം. ആ ലെഡ്ജർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ ഉള്ളത് നോക്കാം. ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ഡെബിറ്റ് പോസ്റ്റ് ചെയ്യാം. ആ ഡെബിറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് പോസ്റ്റ് ചെയ്തതിന് അവരെ കോളത്തിലാണ് നിങ്ങൾ എമൗണ്ട് കാണിക്കേണ്ടത്. അതേപോലെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം എടുക്കുക, അത് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അതേപോലെ അവരവരെ അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കാം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ?